ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இன்றைக்கி நம்ம பார்த்தீங்கன்னா பழைய ஓஜி டெக்னிக் போல் போட்டு மூவி பார்க்குறது. ஸோ இது வந்து ரொம்ப நாள் கழிச்சு 2வது போல். ஸோ அதே மாதிரி இந்த வாரம் 4 திரைப்படங்கள். ஸோ அந்த 4 படம் என்னடா? படம் வந்து நிறைய கமெண்ட்ஸில் வந்த படம் தான் சூஸ் பண்ணியிருக்கோம். 4 ஹீரோஸோட படம். இது வந்து என்னன்னு தெரியலடா, ஒருத்தர் வந்து 35th டே 40th டே 1000லாம் போயிட்டாங்க. அத்தனை வாட்டி வந்து தான் எனக்கு தெரியல. நான் சேனல் ஆரம்பிச்சு 1000 ஆகல. ஆஸ்கிங் 1000 2 இயர்ஸ் வந்தா தான் நியர்பை 700 ப்ளஸ் வரும். அதுதான் அந்த மாதிரிலாம் போடுங்க. ஸோ அதை ஆட் பண்ணி விட்டுலாம் அப்படின்ட்டு. ஸோ 4 மூவிஸ் என்னன்னு பார்த்தீங்கன்னா குருதி, கூமன், ராமலீலா, அப்புறம் ஃபஃபாவோட டிரான்ஸ். வந்து இந்த இதுல வந்து ஜெயிச்சது ஸ்டார்ட் ஆகும்போது ஈக்குவலா போயிருந்தது. டக்குன்னு பார்த்தா ஒரு படம் மட்டும் 50க்கு போயிடுச்சு. எங்களுக்கு வந்து நானும் டிரான்ஸ் எக்ஸ்பெக்ட் பண்ணேன். ஆனால் குருதி வந்து ஈக்குவலா இதுவாகும் அப்படின்னு பார்த்தா திலீப்போட ராமலீலா 50% ஓட்ஸ் வாங்கிடுச்சு. ஸோ அப்படி இந்த படத்துல என்ன இருக்குன்னு பார்த்துடலாம். ஸோ இன்னைக்கு வந்து படம் நம்ம செய்தா இல்லை நம்ம படத்தை செய்கிறோமோன்றது பார்த்துடலாம். இன்னைக்கு ராமலீலா இந்த படத்தை டைரக்ட் பண்ணது அருண் கோபி. ரிட்டன் பை சச்சி. ஸ்டாரிங் திலீப், முகேஷ், ராதிகா, பிரயகா மார்டின், விஜயராகவன், அப்புறம் சிதிக்கி. நீ எல்லாத்தையும் வேற மாற்றி சொல்லுகிற. சதிக்கி நான் இந்த படத்தோட வந்து எப்படி எப்போ நம்ம மாத்திட்டோம். திலீப்போட செகண்ட் மூவி பார்க்க போறோம். பொலிட்டிக்கல் த்ரில்லர் ஃபிலிம். அண்ட் ஸோ இது அந்த படத்தோட காஸ்டிங் ஆண்ட்ரே எல்லாமே. ஸோ இதுக்கப்புறம் நம்ம ராமலீலா ரியாக்ஷன் போகலாம். ടൈറ്റിൽ പറ്റിയാ CDPയിൽ നിന്ന് പുറത്താക്കിയ ആയിക്കരയിലെ മുൻ MLA അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് വാക്ക് മാത്രമുള്ള യുവനേതാവിന് തോക്ക് കിട്ടുമ്പോൾ ഒക്കെ കാണിക്കും, പലതും കാണിക്കും. പക്ഷേ രാമനുണ്ണിക്ക് ആരെയോ പേടിയാണ്. രാമനുണ്ണി ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? വെള്ളരിക്കാപട്ടണം അതിന് കാത്തിരിക്കുന്നു. ഇത് വളച്ചൊടിച്ച വാളുമായി கம்பம் கார்டு சொல்றாங்க. രാവിലെ 10:30 മണിക്കാണ് ജില്ലാ കളക്ടറുമായുള്ള രാമനുണ്ണിയുടെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി തോക്ക് കൈവശത്തിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇന്ത്യൻ ആംസ് ആക്ട് നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഈ കൂടിക്കാഴ്ച. വധഭീഷണി നിലനിൽക്കെ രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ടൈറ്റ് ആവും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടാക്സി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാർ. ഷോ അതൊക്കെ മോശമല്ലേ? ഇത്രയും കാശ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇതാകുമ്പോൾ 40-50 രൂപ കൊടുത്താൽ പോരെ? ഉണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, കാശൊന്നും കൊടുത്ത ശീലം നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. എന്താ പേര്? സന്തോഷായി ഇവിടെ തന്നെ കൊണ്ട് നിർത്തിയതിന്. ഈ ടി വിക്കാരൊക്കെ എന്തെങ്കിലും ഉഷാറാവുള്ളൂ. എന്നെ ടി വിക്കാരല്ല. എവിടെയെങ്കിലും വെച്ച് കാണാം. പാർട്ടി ഉന്നയിച്ച കുറ്റങ്ങൾ സത്യമായതുകൊണ്ടാണോ താങ്കൾ ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നത്? ഇത്തിരി കഴിഞ്ഞിട്ട് പോരെ? സമയം താ, സാവകാശം താ, പറയണുണ്ട് വിശദമായിട്ട്. ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ലേ മിസ്റ്റർ? അല്ലടോ, പബ്ലിക്കായിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനിയൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കൂ. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര? അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യം. ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയൊരു പെങ്ങള് തനിക്കില്ലല്ലോ. ശരിക്കൊരു വധശ്രമം താങ്കൾ ഭയക്കുന്നുണ്ടോ? കുറെ നാള് കൂടെ കിടന്ന് രാപ്പിനെ അറിഞ്ഞതല്ലേ. പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം. ഇപ്പൊ അതാണ് അവസ്ഥ. ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കയറി വരണ്ടെന്നുള്ളൊരു താക്കീത്. അതാണ് ഈ ലൈസൻസ്. നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് സുരക്ഷ തരൂ, വഴിയൊരുക്കൂ. സാർ
ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവ MLA രാമനുണ്ണിക്ക് വധഭീഷണി அவங்க നിലനിൽക്കുന്ന அம்மா கேட்டதுன்னு ആത്മരക്ഷാർത്ഥം തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് പാലക്കാട് ജില്ലാ കളക്ടർ അനുവദിച്ചു നൽകി. റിവോൾവർ ഇനത്തിൽ വരുന്ന കൈത്തോക്ക് ராதிகாடா. நம்ம படிக்கும் போது வேற இருந்துச்சு ராதிகான்னு சொன்னோம் இருந்துச்சு. நம்ம இந்த ராதிகான்னு தெரியல மலையாள ராதிகா யார்? സംസ്ഥാന അധ്യക്ഷൻ என்னடா எங்க ஆக்டர்ஸ் வச்சு எங்களுக்கே சர்ப்ரைஸ் கொடுக்குறீங்க. കൂടിക്കാഴ്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഇരുവരും വെറും സൗഹൃദ സംഭാഷണം എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാം പുറകെ അറിയിക്കാം. ശരി എന്നാ. നമസ്കാരം. തന്തയ്ക്ക് പിറക്കാത്തവൻ. சிபிஐ மாதிரி சிரிப்பி வருங்களா മാത്രമല്ല രാഗിണി സഖാവിന്റെ കൂടി വിടാ. നിങ്ങൾ എറിഞ്ഞോടാ, ഇത് രാമനുണ്ണിയുടെ വീടാ. ஆக்சுவலி இன்னும் நோட் பண்ணியா, எல்லா ஃப்ரேம்லயும் ரெட் இருக்கு. ஷர்ட்டோட ஸ்ட்ரைப்ஸ் இந்த பாரு, இதுல வந்து இது கீழே நைட் சீன்லயுமே ராதிகா போட்டு இந்த ட்ரெஸ்ஸும் ரெட்டு, அந்த ஃப்ரெண்ட்ஸ் எல்லாமே ரெட். ரெட் இல்லாத ஃப்ரேமே இல்லை. இந்த பாரு மேல ரெட். கீழே ஒரு டேக் போட்டுரு. பரத் அப்சர்விங் தி. എന്നെ പെറ്റ എന്റെ സ്വന്തം തള്ളയാടോ. അയ്യോ സോറി സാറേ, അറിയില്ലായിരുന്നു. വെയിറ്റില്ല ரெட். സാരില്ല ട്ടാ. അയ്യോ ഇല്ല സാർ, ഇല്ലേ? ഇപ്പൊ കുറച്ച് പേര് എടുക്കുന്നുണ്ട്. നല്ല கேட்டது வந்துச்சு. கேட்டது கட்சி மாறுறாரு போல. നമസ്കാരം, ഞാൻ TC തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. 9-1. അയ്യോ 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരു ഡെപ്യൂട്ടിയതാണ്. MSPയുടെ രീതികളൊക്കെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ. TC നമുക്ക് ഈ പാട്ടിലെ സാറെ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാർ. വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുറന്ന് സാറേ വിളി, അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കൂട്ടാ പൊട്ടാന്നൊക്കെ ആയിരിക്കും. നല്ല ഐശ്വര്യമായിട്ട്. പാഠം 1, മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. നമ്മളെ மாதிரி இது கொஞ்சம் டேன் ஆன மாதிரி இருக்குல்ல. 2 கண்ட்ரீஸ்ல பார்த்தது லுக்கு நல்லா இருக்கு. அவரும் அப்படிதான். മജീദ പറ. ശരി ശരി. എപ്പോഴാ എടുത്തിരിപ്പാണ് ഇത്? ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രം. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ടാ പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതിൽ ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ, എന്തിന് റോട്ടുമൽ ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഖാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഊര്യോനെ ചുമന്ന ചുമന്നോന് നാറുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെയാ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിന്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ല സാർ, ഉറപ്പ്. നമസ്കാരം. എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി
MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്ന പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തോളാ, ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനക്ക് പറ്റൂല. ஆனால் என்ன ரீசன் அவர் கட்சி மாறுறதுக்கு தெரியலையா? அதான் அனுபவம் தெரியல. നമ്മുടെ ഭാനു സാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്ക് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭയാർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ചേക്കാം. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിൽ നിന്ന് പാർട്ടിയുടെ ലവ്യം അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാണ് പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് തന്നത്. അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആണ്ടുതോറും സഖാവരാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ഭാനു സാറിന് 1400 വോട്ടിനെ തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഭാനു സാറിന് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ ഭാനു സാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ஏதோ பிளானோட தான் வந்துட்டு ജയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. நம்மளுக்கு அது வேற மீனிங். പ്രകടനം അങ്ങനെ. നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ. என்னடா கேரம் இது மேட் கார்பெட்ல விளையாடுறாங்க. வித்தியாசமான டிஷ்ல தான். നമസ്കാരം. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. 5 മണിക്ക് പേര് சொன்னீங்களாடா? இல்லையாங்க. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ അല്ലേ സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ എടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാനും മാത്രമുള്ള ഇഷ്യൂ? ആശയപരം അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈപോക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കാൻ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാണ്. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ വായനശാലയ്ക്കോ സമ്മേളന പന്തലിനൊക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാണ്. അസംബ്ലി സെൻട്രൽ. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തം ഒന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമയം ഇരട്ട താരടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷൻ ഒരു വീട്ടിൽ നിന്ന് ஒரு രക്തസാക്ഷി മതി. ஓ, இவங்களே தான் கொண்டு இருக்காங்க போலடா இவங்க பார்ட்டிலே. அவர் இது மீட்டினி மாதிரி ஏதோ பண்ணிக்கிறாரு போல.
ഇതിപ്പോ കളിക്ക് അത് കലക്കിയ ഒരേ കളി ഷേർവാ കളി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകം റെഡി. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനാണ്. മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രം എനിക്ക് വെച്ചത് ചോദിച്ചില്ല. ഹെലന, എന്ത് ചെയ്യണം? ആർക്കിടെക്ട്. ചാനൽ റിയാലിറ്റി ഷോയിലേക്കുള്ള ഫ്ലോ ഡിസൈൻ, ഹാർട്ട് ഡയറക്ഷൻ നല്ലതായതുകൊണ്ട്. ഓ, அதனால கேரம் போர்ட் டிசைன் வந்தது போல. താങ്ക് യു. புஷ்டா இப்போ போறேன்டா அந்த டைம்லைன் வரத் அப்சர்வர் രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയ. അതുകൊണ്ട് പല ചാനലുകളായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് എൻ ആർട്ട്. അതോടെ സിനിമയും ഇപ്പോ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനല്ലോ. ഓ ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? ആ വേഗം വാ, തന്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഉദയഭാനു സാറും സഹാക്കളും ഒക്കെ ഉണ്ട്. ஒரு பேட் வைப் வருது. ശരി, முன்னாடியும் அவன் போயிடுவார்னு நினைக்கிறேன் அந்த கட்சிக்கு. அது சரி பண்ணிட்டு தண்ணி தானடா குடிச்சாரு. இல்ல ஊத்திச்சு ஆக்டிங் பண்ணி. അയ്യോ, അതാ വെള്ളം അടിച്ച്. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യാൻ ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? ഒരു മനുഷ്യന് സെൽഫി എടുക്കാനും പറ്റില്ലേ? താൻ ആടി പോക്കടൂ. ഓന്റെ അമ്മൂമ്മയുടെ സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്യടാ. കൊല്ലും ഞാൻ. എന്നോടാ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നീയല്ല, നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടോടാ. ഓ, ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്. മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ച ചാവണം, ചതച്ചിട്ട് കാര്യം ഇല്ല സഖാവേ. തോക്ക് ചൂണ്ടിയതൊരു സംഭവമല്ലേ? തെളിവൊന്നുമില്ലല്ലോ, ഒരു തുള്ളി ബോധമില്ല, ഭയങ്കര ഫിറ്റാ. അതവന്റെ അടവാ, ഒരു ഇഷ്യൂ ഉണ്ടാക്കാം. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈ കൊണ്ട് തൊട്ടതിന്റെ ശരിക്കുള്ള സ്വഭാവം കേട്ടോ, പറഞ്ഞേക്കാം. എന്റെ അരയിലെന്താ? ഇത് ലെഫ്റ്റിലല്ലേ, റൈറ്റില്? റൈറ്റ് സൈഡിലൊന്നുമില്ല. പാരമ്പര്യം, വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വെച്ച് അടിക്കുമ്പോ പുറത്തുക്കത്തിലടി. അപ്പൊ അടിച്ചു ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂം വെച്ചിട്ട് പോയി വാലോ. മീഡിയക്കാരൻ நல்ல பிளான்ல இருக்கு. ஆண்டா എന്താ രാമനുണ്ണി? സാർ, മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. ദാ വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലൊരു ടോക്ക് ഷോ ഉണ്ട്, ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓൾഗയാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാം. ഒരു മിനിറ്റ്, ഞാൻ പങ്കെടു. അല്ല, എന്താ എല്ലാവരും കൂടി ഈ നേരത്തെ? ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച് ലക്കിട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്കി ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലക്ക് കിട്ടുന്നു. എന്താണ് ഇതൊക്കെ? എന്താണാവോ? ഈ ബ്രത്ത് അനലൈസർ ഉണ്ട്, പോലീസുകാർ ഓദിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ. അത് അല്ലെങ്കിൽ വേണ്ട, ഞാൻ മദ്യപിച്ചു. അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ട. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ ഇല്ല. കേട്ടല്ലോ. അല്ല, ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോളായിരുന്നു. അപ്പൊ നമ്പർ കാണുമല്ലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ.
മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് കോളേ. ഹലോ ഹലോ, അനോണിമസ് അല്ലേ? ആരുടെ ഇത് ഉദയഭാനു സാറിന്റെ സഹായി. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? பிளானோட தான் வந்துக்கிறது போல. ப்ரோ அவர் டக்கர்ல வரும். அவர் லைட்டா கிறுக்கலா இருக்கார் போல. இது சம பிளான்ல இது. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പൂടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. PC, എന്റെ പിന്നിലെ കണ്ണു ഇനി താനാ. ഗുരുവേ, புரிஞ்சிச்சு. ഇവന്മാരെ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. ഇടൂ, നമുക്ക് ഓരോന്ന് ഒഴിച്ചാലോ? என்னடா அவர் சொன்னார்ல, பேக்ல முன்னாடியும் ஸ்டாப் பண்றவருக்கும் பின்னாடியும் ஸ்டாப் பண்ண, நீ எனக்கு பின்னாடி நின்னு பாத்துக்கணும்னு அவர் சிம்பாலிக்கா சொல்றாரு போல. എന്തായാലും பாகுபலி மாதிரி. வந்தவனையும் யார் யார் எதிர்க்கிற கண்டுபிடிச்சி സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. അതെ സാർ. அவரு அந்த கட்சியில போயிட்டு சேர்ந்துட்டாரு கரெக்டா? யாரு? இவரு ஹீரோ. இப்போ எப்படி இந்த கட்சி பழைய வீட்டுக்கு வராரு? அவங்க அம்மா இருக்காங்கல்ல, அவங்க அப்பா வந்து அது வீடு மாதிரியே தெரியல, அது கட்சி ஆபீஸ் மாதிரி தானே இருக்கு. அதுதான் இருக்கு, ஆனா போக மாட்டானே நீ. இது വിക്രം കുമാർ എന്ന കേസിലെ വിധിന്യായം തന്റെ കാര്യത്തിലും പ്രസക്തമാണെന്ന രാമനുണ്ണിയുടെ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണ് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം. താമസമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ് രാജേഷേ, ഗസ്റ്റ് റൂമിൽ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന്. എന്താ അവിടെ? വീട്ടിലെ ചോരമേൽ ഇനി സ്ഥലമുണ്ടല്ലോ, ചിരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് വെച്ച നിന്റെ അമ്മയ്ക്ക് വേണ്ടി. ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ அதுக்கு மேல வரல. വേണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു കുടുംബം. മോഹൻലാലിലേക്ക് വേണ്ട, നമുക്ക് രാമനെ വെച്ച് പ്രോഗ്രാം ചെയ്യാം. ഏയ്, ഇനി അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ എൻ്റെ നാട്ടുകാരോട് നേരിട്ട് എന്നിട്ട് വരാം. ஏதோ பிளான் பண்ணிக்கிறாரு. അല്ല, ലുക്ക് സമയറില്ല. നീ അറിയാറാകുമ്പോ പറയാം. ഒരു പൊളിറ്റിക്കൽ ഇപ്പൊ നീ എന്റെ പ്രോഗ്രാംസ് നോട്ടി. ആയിക്കരയിലെ ബുധനാഴ്ച എന്റെ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് വിത്ത് സ്ട്രോങ് പോലീസ് പ്രൊട്ടക്ഷൻ. സ്റ്റേജിൽ ഞാനും താനും ഉദയഭാനും മാത്രം. അല്ല, ഭാനു സാറ് ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. അമ്മ കേട്ടു? എന്റെ അമ്മയാണ്. അതൊക്കെ അല്ല, CDP-ക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കിയത് ഈ പാർട്ടിക്കുള്ള ആൾക്കാരെ അതുണ്ട്. അല്ല, ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലും അതൊക്കെ നോക്കാനാണ് പോലീസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയും. മേല ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്. മനസ്സിലായോ? അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റ ഒരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDP-ന്റെ ഒരു രീതി. നിങ്ങൾക്കറിയാല്ല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും വോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിറങ്ങി പോകുന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDP-ന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ധീരത, ആ ആദർശ ശുദ്ധി, കൂടുതൽ പറയുന്നത്. ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. அங்க நடந்து சொல்றாரு. அங்க நடந்து சொல்றாரு. இல்ல இல்ல, அவர் எப்படி சொல்றாருன்னா, அதான் அவங்க பார்ட்டில வந்து തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്ക് ഇവിടെ വലിയ ജനസമ്മതിയാണല്ലോ.
എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? ஆனால் இவரோடலாம் அவன் ஆஃபீஸில் இருந்தாருடா. அதான் ஒண்ணே புரியல எனக்கு. யார் என்ன கட்சி எதுக்கு இவரு ஃபர்ஸ்ட் இவரு என்ன கட்சினே எனக்கு டவுட் ஆகுது. யாரு? ஹீரோ. நான் കിടന്നു, ഞാൻ വന്നോളാം. ഓക്കേ. നമ്മുടെ വീടിന്റെ മുമ്പിൽ പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ച് പേരുണ്ടാവും. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. ஐயோ, செல்ஃப் அட்டாக்கா? செல்ஃப் டேமேஜ். புசுக்கு திட்டாங்க. என்ன சொன்னார்னு தெரியல எனக்கு. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം. എങ്ങോട്ടാ? ആ അലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക. ബന്ധമുള്ളപ്പോ ഇതിനാ ടോർച്ച്? അയ്യോ രമണി, അതെ ബാലു സാറിനോട് പറഞ്ഞിട്ട് കുറച്ച് പേരോട് വരാൻ പറഞ്ഞാലോ? ரிப்போர்ட் இருக்கிறான் பத்தியா? பார்த்தேன் நான் அங்கே அந்த அது வந்து அந்த ப்ரோட்டஸ்ட் மாதிரி ஒன்று அந்த பேசினார்ல அவருக்கே இருந்தார் அவர். എന്താ സഖാവ്? നിന്റെ അമ്മ ചതിച്ചു. കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിന് മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ. ഓ അമ്മക്ക് അഗേൻസ്റ്റ് അമ്മ നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം. இப்போ புரியுது ஏன் ராதிகாவை போட்டிருக்காங்கன்னு. இன்டர்மிஷன் தான். അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ, എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ, ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണം. ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസ് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷ് ആയി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. மைக் சொல்லிருப்பாங்க. சரி, கிரிஃபிண்டோர் ஸ்லிதரின் மேட்ச். எனக்கு அதெல்லாம் தோணுச்சு. எனக்கு அதே மாதிரி தோணுச்சு. കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കുക. തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ ഞാൻ ഇരുന്നാ മതിയായിരുന്നു. ഒന്നുമല്ല, ആർപ്പ് വിളികളാ. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകളും കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചകൾ പറഞ്ഞു തീർക്കാതെ നീങ്ങുകയാണ്. നിങ്ങൾ ഓരോ ഓട്ടം എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം. കമന്ററി പറയുന്നു. അയാള് കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ. അന്നൊരു റെഡ് കാർഡ്. ഡെൽറ്റാ പോർട്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗസാദിന്റെ ശക്തമാസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബീർ കൊടുത്ത പാസിലൂടെ
என்னடா സഖാവേ ഓടി വാ ആരെങ്കിലും ഡോക്ടറെ വിളിക്ക് ഒന്ന് വാ വിളിക്ക്. മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചു. അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റി? സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ല ഇവിടെ. அதுதான் நானும் யோசிச்சேன். ஸ்போர்ட்ஸ் டாக்டர் யாரும் வந்துட்டார் മാറ് മാറ്. பல்ஸே பார்க்கலடா அவரு. என்னடா சைலன்ஸா? புல்லட் போனதே தெரியலடா. വെടിവെക്കേ? க்ரௌட்ல யாரோ ஸ்னேப் இருக்காங்கடா. இல்ல தலைவர்கிட்ட தான் கண்ணு இருக்கு. அதான் தோணுச்சு. சொன்னாங்க கட் பண்ண கஷ்டமா இருக்குன்னா சொல்ல நான் அத. He's dead. இது ஃபேக்கா இருக்கும். இது நம்ம ப்ரெடிக்ட் பண்ண மாதிரியே மேட்ச்ல ஆயிடுச்சு ஏதோ ஒன்று. இல்லடா அமுக்கு மொத்த ரத்தம் வந்துச்சு. அந்த இது இவரு சினிமாவில் யூஸ் பண்ணுற மாதிரி யூஸ்னு போகிறா தெரியலையே. மியூசிக் எங்கேயோ கேட்டிருக்கேன். നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. സിംഗം ഈസി ഇത് കളി വേറെ. ഇനി വീട്ടിൽ നിൽക്കണം അപകടം. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. വണ്ടി എടുക്ക്. നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റി വെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താൻ ആ ഗാലറിയിൽ ഉണ്ടായിരുന്നല്ലോ. എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർജ് ഉടനെ കളക്ട് ചെയ്യണം. സർ, കളി കവർ ചെയ്ത നല്ല മാട്ട് വരാ. മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. സർ. ദീപകെ, സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തു. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തും. நல்ல வேலை நாங்கள் அம்மா செத்துறோம்னு நினச்சேன். തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇത്. പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ഇപ്പൊ 2-3 ചോദ്യങ്ങൾ മാത്രം, വിശദമായിട്ട് പിന്നെ. 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്ന് അയാളത് നിഷേധിച്ചതാണ്. സഖാവ് രാജേന്ദ്രന് നേരെ രാമനുണ്ണി ഒരു തോക്ക് ചൂണ്ടിയെന്ന് അറിയാലോ. സത്യത്തിൽ അത് സംഭവിച്ചാണ്. ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും എന്നൊരു വാചകം അതുണ്ടായിരുന്നു. സാർ അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ശരിയാണ്, പറഞ്ഞു. ഓക്കെ, റിപ്പോർട്ടർ ചാനലിലെ ഗസ്റ്റ് റൂമിനകത്ത് വെച്ച് മോഹനുമായിട്ട് സാർ യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ടാണ് അയാൾ എന്നെ ചവിട്ടി പുറത്തിട്ടത്. എല്ലാവരും കണ്ടാണ്. അകത്ത് നിങ്ങൾ 2 ആൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് നടന്ന ആരും കണ്ടില്ലല്ലോ. തോക്ക് കിട്ടിയതിന് ശേഷം തൊടുപുഴ റൈഫിൾ ക്ലബിൽ ഫയറിംഗ് പ്രാക്ടീസിന് പോയിരുന്നു. നിങ്ങൾക്ക് 2 ആൾക്കും ആധാർ കാർഡ് ഉണ്ട്? ഉണ്ട് സർ. കാണട്ടെ, വരൂ. സർ, ഇതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുത്ത് എനിക്ക് SMS ചെയ്യണം. സർ. അപ്പൊ ശരി. രാമനുണ്ണിയുടെ തോക്കൊന്ന് കാണാം. വീട്ടിലാണ് സാർ. കളി കാണാൻ പോയതുകൊണ്ട് എടുത്തില്ല. സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയിരുന്നല്ലേ? സാർ, പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണം. ഗുഡ് ലക്ക്. ஒரு ட்ரெஸ் எடுத்து தானே போனாரு. எதுக்குடா? சர்க்கம்ஸ்டான்சஸ். சட்டை சின்னதாக இருக்கு. எதுக்கு ட்ரெஸ் எடுக்க போனாரு வீட்டுக்கு? அங்கேருந்து அங்கே சேஃப்டி இல்லை, இதுக்கப்புறம் இங்கே கெஸ்ட் ஹவுஸில் இருக்கணும்னு சொன்னார்ல. அதுக்காக எனக்கு ட்ரெஸ் வேணும், போயிட்டு எடுத்துட்டு போயிடலாம். முக்கியமாக அர்ஜென்ட் சுச்சுவேஷனில். அல்லப்ப ஞான் என்னடா சொன்னா? அந்த ஆதார் கார்டு ஏன் கேட்டாங்கன்னு கேட்குறாரு. அதில் சொல்கிற நம்ம ஃபிங்கர் பிரிண்ட்ஸ், ரெட்டினா, டிஎன்ஏ எல்லாமே அதில் இருக்குல்ல. ஸோ அதுக்கு டீட்டெயில் இப்போது க்ரைம் இதில் வந்து இருந்துச்சுன்னா இங்கே എന്താ പുറത്ത് നിൽക്കുന്ന പോലീസുകാരില്ലേ, അവരിപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷനുള്ളതല്ല. പിന്നെ നമ്മളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.
മെസ്സേജ് സാറിന് സെൻഡ് ആയിട്ടുണ്ടല്ലോ. ഉണ്ട് സാർ. ഓക്കെ, ഒന്നുകൂടി ചെക്ക് ചെയ്യാം സാർ. ഇഡലി പോരെ? അഗസ്റ്റ്യൻ, 2 പേർക്കുള്ള ഇഡ്ഡലി വാങ്ങിച്ചോളൂ. ഇഡ്ഡലി വേണോന്നല്ലേ പറഞ്ഞേ? അയ്യോ അതല്ല, ഞാനിപ്പോ പോയിട്ട് രാവിലെ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉള്ള കാര്യമല്ലേ? ഇപ്പൊ സാർ അകത്ത് പോയിരി. ചെന്ന് റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. ആഹാ, എങ്കിൽ ശരി, ഇവനൊക്കെ വിവരം അറിയും. പറട്ടെ, സകല മീഡിയക്കാരും പറട്ടെ. ഒരു നാല് ഏതൊരു നാരിയെ കൊന്നെന്ന് പറഞ്ഞ് താൻ ആരെ പിണ്ടം വെക്കാനോട് ഇപ്പൊ കോപ്പില് തോക്ക് വാങ്ങിയത്? വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ. സർവീസ് ടെമ്പററി സസ്പെൻഡഡ് എന്ന്. ഇതും അതെ, ടെമ്പററി സസ്പെൻഡ്. ஓ ஆதார் கார்டு ஜாமர் போட்டு இல்லை ஆதார் கார்டு நம்பர்லாம் இருக்கும்ல. பார்த்தியா ஒரு புல்லட் காணோம். ஸ்லக்கும் சேமாக தான் இருக்கு. സർ, ഇത് വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. പിന്നെ ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളും, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഷൂട്ട് ചെയ്തത് ഇവല്ലാരും. ദാറ്റ്സ് ഓൺലി റിമൈനിങ് തിങ്. സൗണ്ടേ വരില്ലടാ. അത് സൈലൻസർ റിവാർവർ കൊടുത്തു സർ. Shall I proceed to arrest them? Yes, you can proceed. എടാ 2 things. ഇവിടെയെങ്കിലും ഇല്ല സർ. What? Already Come on, search. we started suspecting ராமுனி. கரெக்டா? சஸ்பெக்டாக இருக்கும்போதே அப்போவே போயிட்டு ஹேண்ட் டெஸ்ட் பண்ணியிருந்தாலே முடிஞ்சிட்டு இருக்கும். பிகாஸ் இட்ஸ் ரிவால்வர். ஷூட் பண்ணும்போது கன் பவுடர் ஃபயர் ஆகிருக்கும், கையில் ஒட்டியிருக்கும், முடிஞ்சு கேஸ். யாருக்கிட்ட போலீஸ் பையனாச்சு. இன்னும் அதை கரெக்டு தானே? அது எதுக்கு பலிஸ்டிக்ஸ் எடுத்து ஆங்கிள் எடுத்து வேற லெவலில் வரைஞ்சார் பற்றியா அவரு. இன்னொன்று எங்கள் பார்ட்டிக்குள்ளே போடுவாங்களே, அதுவும் ஒன்று இருக்கு. மேபி ஏதாவது பேசியிருப்பார் போல, தெரில. அப்புறம் இதே நடந்துச்சுன்னா அப்புறம் சொல்ற கை ஊற்றுவாங்க கவுண்ட்ல வர. മേബി ഇവര് മനസ്സ് മാറിയിട്ടാണ് നിனைக்கிறேன். ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്കുകൾ ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ്. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫിഷ്യൻറ്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പ്രിന്റും, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. വെച്ചിക്കോന്ന് സൊന്നിയടാ, നല്ല വെച്ചിയടാ എനിക്ക്. ആപ്പാ ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ, ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൈലൻസർ പോട്ടിருக்கேன். സൈലൻസർ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയും. നീ മാപ്പ് സാക്ഷി. 2-3 വർഷം കഴിഞ്ഞ പരോളിലർ ഇറങ്ങിയ കട്ടാൻ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. ഊരിപ്പോവാൻ നോക്കിയ ഒച്ചയ്ക്ക് അറക്കുന്നതിന് ടീപ്പായില കീഴെ அந்த கேப்ல ஃபிஷ் ടാങ്ക് സൂപ്പറാ വെച്ചിരുന്നു. പോളിംഗ് തീരണവരെ CDP-കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. വീടുകയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക.
இல்லை அவங்க எனக்கு தெரிஞ்சு ஏதோ பிளான் போடுறாங்க, அவங்க ஆர்கிடெக்ட் இல்லை, அதனால ஸ்டேஜ் பிளானிங்லாம் போ. ഇത് ആര് മാനത്തെ ചന്ദ്രികയല്ലേ? എന്താ മോളെ ബ്ലൗസ് ഒന്നും ഇടാതെ? എന്നാ പിന്നെ മുഖത്തൊരു ഉണക്കുമുന്തിരിയും കൂടെ ഒട്ടിച്ചു വെക്കൂ, പ്രേം നസീറിനെ പോലെ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും കടക്കാൻ വെസ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റാ കട്ടിങ് പറ്റിയാ ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി. പോലെ പോവല്ല, അടിക്കട്ടെന്ന് ഒളിച്ചിരിക്കാൻ ഇനി ഒരു മേക്കപ്പ്. രാമനുണ്ണിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തു. ആദ്യം സെഷൻസിൽ ഫയൽ ചെയ്യാം, നാളെ തന്നെ മൂവ് ചെയ്യാം. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ലേ? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവോടോ? പേടിക്കണ്ട, അവിടെ എല്ലാവരും മറാഠികളും ഗോവൻസും. ഗോവൻസ് നല്ല അടികാരാ. പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല. ലാൻഡ് ഫോൺ ഇല്ല, മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സ്ആപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ஸோ அவங்க வச்சு இவங்க நோட் பண்ண போகிறாங்க. അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. இவர் தானே அடையாளம் தெரியுமாங்கிறாரு. மியூசியத்துக்கு ஹேர் ஸ்டைல மாட்டுது. எங்கடா இருக்குலாம்? லக்ஷதீப்பா? இல்லடா, கோவாக்கு போயிருக்காங்கடா. இல்லை, அங்கே ஐலாண்டில் இருக்கானே கோவாவில் இருக்கா? ஆனால் இது கோவா கிடையாது. லக்ஷதீபா കുഴപ്പമുള്ള ഒരുപാട് തൂണുണ്ട്. ആറാ അവனுக்கு மணி ஹெஸ்ட்ல உட்காந்துக்கிற மாதிரி இருக்காங்க. மணி ஹெஸ்ட்டு இது வாஷாக் ஃபர்ஸ்ட் பார்ட் ബങ്കറിൽ ഉட்காந்து എല്ലാத்தையும் பார்த்துனேன். ഇതെന്റെ ജീവൻ കൈ പിടിച്ചിട്ടുള്ള കളിയാ. സത്യം തെളിഞ്ഞാലില്ലെങ്കിലും നിന്റെ ലൈഫ് സേഫാ. ഈ കുരുക്കൊന്ന് അഴിക്കാൻ എന്റെ കൂടെ സ്വബോധത്തോടെ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ബ്രോ அந்த பொண்ணு இவங்களுக்கே தெரியாம இது பொண்ணு இருக்கா? அதுதானே பந்து. ജാമറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? Yes dear, there is no problems with that. ப்ரோ இவருக்காக அந்த பொண்ணு ஹெல்ப் பண்ணா? இல்லடா, அது ஹெல்ப் பண்ணுற மாதிரி பண்ணுது, ஆனால் அதுவும் நோட்டீஸ் பண்ணுது. இல்லை, அவங்க அப்பா வந்து அந்த இதெல்லாம் எடுத்துன்னு இருக்காரு, ஜேர்னலிசம் பண்ணு, அவருக்காக பண்ணா ഒന്നും പുരില്ല എനിക്ക്. ഇല്ല, നമ്മ ഏതാவது മിസ് பண்ணிட்டோമോ? ഇതൊരു പോയിന്റ് 3 കൊടുക്കണം. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADM സറണ്ടർ ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഈ തോക്കിൽ രണ്ടുപേരുടെ പാമ്പറിന്റെയും രാമനുണ്ണിയുടെയും തോമസ് ചാക്കോ വക്കീല് കേസ് പഠിക്കായിരിക്കും. ഇതെടുത്തോണ്ട് പോയി വൃത്തികേട് കാണിക്കല്ലേ. വൃത്തികേട് പുറത്ത് കാണാതിരിക്കാൻ ഇടുന്ന സാധനമാണിത്. എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല, പക്ഷെ പറയാനുണ്ട്. തൻ്റെ കൈകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ മോഹനെ കൊല്ലിച്ചത് താൻ, അല്ലെങ്കിൽ താൻ അറിഞ്ഞോണ്ടാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അയാളെ കൊല്ലാൻ തനിക്ക് വേറെ എന്തോ ഒരു കാരണം. உங்கள் அப்பா போட்டது இல்லை இல்லை, அதுதான் எனக்கு தோணுது. நீ எப்படி போட்டிருப்பாங்கன்றதை காட்டினா கொஞ்சம் நல்லா இருக்கும். வேற ஒன்று, അന്ന് ഗസ്റ്റ് ഹൗസ് വെച്ച് തോക്ക് ചൂണ്ടി മോഹനെ ഒരു ദിവസം പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചാനൽ സ്റ്റുഡിയോയിൽ ഇൻസിഡന്റ്. അന്ന് അകത്തെന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്കറിയാറാമോ പറയാം. ഇപ്പൊ എനിക്ക് അറിയാനുള്ള പ്രായപൂർത്തിയൊക്കെ പറയണോ? ഞാൻ കേൾക്കാം. കേട്ടോ, പറയാം. കാരണമുണ്ട്. അവനെ കൊല്ലാൻ എനിക്ക് കാരണമുണ്ട്. ആദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോന്നുള്ള മട്ടില് അവൻ പൊതിഞ്ഞൊന്ന് പറഞ്ഞു. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെ കത്തിക്ക് തീർന്നോണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. എന്റെ അച്ഛന്റെ മരണം. ஓ இவரு சிசிடிவி இது பண்ணியிருக்காரு போலடா. അതെ, എന്റെ അറിവോടെ തന്നെയാണ്. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെയാണ് ഞാനിവിടം വരെ എത്തിയത്.
മീശ മുളച്ചതിന് ശേഷമല്ല, നിക്കറിട്ട കാലത്തെ തുടങ്ങിയ അധ്വാനം. ആ എന്നെ പഠിച്ചു കളയെന്ന് തീരുമാനിച്ചു നിന്റെ അച്ഛൻ. അന്ന് രാത്രി തന്നെ തീർത്തു. അറിയുമ്പോ എല്ലാം അറിഞ്ഞു. അത് NSPക്കാരുടെ അക്കൗണ്ടിൽ കയറിയത് വേറൊരു കേസിലെ 2 യഥാർത്ഥ പ്രതികളെ മാറ്റി. നിന്റെ ഉദയഭാനുവിന് ചെയ്തു തരേണ്ടി വന്നൊരു ഫേവർ. പിന്നെ അറബുകാരനെ സപ്ലൈ ചെയ്തതും ഉദയഭാനു. മതിയോ? ഇനി എപ്പോഴാ പൊട്ടിക്കുന്നത്? அந்த இவரு நெருவில் வந்திருந்தார்ல, அவரு தான் பண்ணிக்கிறாரு போல. பட் ஆனால் இவருக்கும் தெரிஞ்சுக்குது. കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്. പറയണോ? വണ്ടർഫുൾ. ഇതുവരെ ടിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ്. നാളെ ഈവനിങ് 7:30 ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. എല്ലാ ചാനലുകൾക്കും പ്രോമോ അറ്റാച്ച് ചെയ്ത മെയിൽ സെൻഡ് ചെയ്യണം. വൈകിട്ട് 7:30 മണി വരെ കേരളം മുഴുവൻ കാത്തിരിക്കണം. തല്ലുകൊള്ളുമ്പോ വേദന കുറച്ച് അറിയാം. What's happening there? പറയാൻ ആ തന്തയിലെ കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എപ്പിസോഡ് 2. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേസ് നമ്പർ 1, ഹൈഡിംഗ് ഡേയ്സ് ഓഫ് എ കൾപ്രിറ്റ്. ഒരു കുറ്റവാളിയുടെ ഒളിവ് ദിനങ്ങൾ. അമ്പാടി മോഹനൻ വധം. സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ കൊലപാതകം. രാമനുണ്ണി സംശയിക്കപ്പെട്ട നിമിഷം മുതൽ ഞങ്ങൾ അയാളെ പിന്തുടരുകയായിരുന്നു. രാമനുണ്ണിയെയും സഹായി തോമസ് ചാക്കോയെയും പിന്തുടർന്ന് ഞങ്ങളെത്തിയത് കേരളത്തിന് പുറത്തുള്ള അവരുടെ ഒളിയിടത്തിലേക്കാണ്. അവരറിയാതെ ഈ ഒളിയിടത്തിൽ കുറച്ച് ഒളി ക്യാമറകൾ സജ്ജീകരിച്ച് പൊതുപ്രവർത്തകരുടെ മുഖം മൂടിയണിഞ്ഞ് ഈ ചെന്നായുടെ ഒളിജീവിതം പകർത്തുകയാണിവിടെ. അവരുടെ തന്നെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തുറന്നു കിട്ടുന്ന കൂടുതൽ സത്യങ്ങളിലേക്കും തെളിവുകളിലേക്കും ജനങ്ങൾക്കും പോലീസിനും സ്വാഗതം. സൈറ്റിന്റെ IP അഡ്രസ്സും മെയിലിയുടെ IP അഡ്രസ്സും സിംഗപ്പൂരാണ് കാണിക്കുന്നത്. വാട്ട്? അവർ സിംഗപ്പൂരാണുള്ളതെന്നല്ല, ഇത് സ്പൂഫിംഗ് ആണ് സർ. IP സ്പൂഫിംഗ്. ஆன்சர் வந்துச்சா? அவங்களும் மூலக்காரங்க தான்டா. ஒரு டவுட், அங்க இன்டர்நெட்ல எப்படிடா? ഇതിൽ വയർലെസ് ഇറങ്ങും. സാറ്റലൈറ്റ് 7:30 ഈലോൺ മസ്ക് വന്നിരുന്നു. അപ്ലോഡ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്റ്റാർലിങ്ക്. ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിച്ച് കേരളം അക്ഷമയോടെ. ഏതാനും സെക്കൻഡ് ബാക്കി നിൽക്കെ പുതിയ കാഴ്ചയ്ക്കും കേൾവിക്കുമായി ക്ഷമയെത്തിച്ചേരണം. കൊല്ലണ്ടേടോ അവനെ. ഞാൻ തന്നെയല്ലേ അവനെ കൊല്ലണ്ടത്. പറയടോ. താനാണത്. பீச் சவுண்ட் அடிக்குது. சொன்னார்ல, அதனால லைட்டா ஒரு இது மட்டும் போட்டுக்கிறேன், சவுண்ட் ட்ராக் மட்டும். സത്യം പറയണം. അല്ലെങ്കിലും രാമനുണ്ണി അത് ചെയ്യില്ല. തല്ലി കൊന്നിട്ടായാലും അവനെ കൊണ്ട് പറയിപ്പിക്കണം. எனக்கு தெரிஞ்சு இவங்க ப்ளே பண்ணுறாங்கன்னு நினைக்கிறேன். நான் ஏன் அது சொல்கிறேன்னா, ஒரு கேமரா ஷாட்டில் வந்து இவர் கட்டி பிடிச்சி, அவர் கட்டில் உட்காந்துப்பார், இவர் கட்டி பிடிச்சின்னு போயிருப்பார். அப்போ வந்து இவர் பேசினது எதுவுமே தெரிஞ்சுக்காதுல்ல. அப்போ பிளான் போட்டிருப்பாங்கன்னு நினைக்கிறேன். டேய் கேமரா வச்சுக்கிறாங்க, சாராந்துக்கு நான் பானோமோ அப்படின்னு. இவரோட ப்ளே தான் ஏதோ உள்ள இவர் தான் ப்ளே பண்ண எல்லாரும் நினச்சினுக்கிறாங்க இவரை ப்ளே பண்ணுறாங்கன்னு. இவர் எல்லாரையும் ப்ளே பண்ணுகிறார் போல. எனக்கு இதுதான் ஞாபகம். அது அஞ்சானா? இல்லை തല്ലല്ലേ. ഉള്ളത് പറഞ്ഞോ. ചെയ്യാത്ത കാര്യത്തിന് ഞാൻ അകത്ത് പോവില്ല. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ പോകും. പറയടാ. പറയാൻ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ബുള്ളറ്റ് മാറ്റിയിട്ടില്ല. കള്ള് മുത്തപ്പ നീ കരഞ്ഞോണ്ട് പറഞ്ഞില്ലടാ നിനക്ക് കുമ്പസാരിക്കണോന്ന്. അതല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാടാ നിനക്ക് കുമ്പസാരിക്കാൻ? ഞാൻ പറയാം. ആ തന്തയിലെ കഴിവുറമാൻ എന്നെ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി.
പ്രചരണത്തിൽ തനിക്ക് വേണ്ടി വലിയ ആത്മാർത്ഥ അധ്വാനമൊന്നും വേണ്ടെന്നും പറഞ്ഞു. ആരെ? ആ ചെറ്റ ഉദയഭാനു. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് തന്റെ പല ഇലക്ഷൻ സ്ട്രാറ്റജി അന്നത്തെ പ്രോഗ്രാമും ഒക്കെ അയാൾക്ക് പറഞ്ഞും കൊടുത്തു. ആരെ? ഉദയഭാനാണോ വിളിക്കാറ്? അല്ല, സുധി. ലാസ്റ്റ് എന്നാ വിളിച്ചത്? ലാസ്റ്റ് അന്ന് ഫുട്ബോൾ മാച്ച് നടന്നില്ലേ, അന്ന് വൈകിട്ട്. അന്ന് നീ എന്താ പറഞ്ഞത്? അന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കളി കാണാൻ പോവാന്ന് പറഞ്ഞു. എന്റെ പൊന്നു രാമനുണ്ണി, ഞാൻ വേറെ ഒരു തെണ്ടിത്തരം തന്നോട് ചെയ്തിട്ടില്ല. തോക്കി നുണ്ട മാറ്റുക പറഞ്ഞ അത്രയും വലിയ തെണ്ടിത്തരം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല. പിന്നെ ആരാ? പിന്നെ ആരായിരിക്കും? പിന്നെ സാധ്യത ഓരോരാളവന്. ഡിവൈഎസ്പി പോൾസൺ ദേവസ്. വീട്ടിൽ നിന്ന് സീസ് ചെയ്യുമ്പോ ഒരു ഉണ്ട മാറ്റാനാണോ അയാൾക്ക് പാട്? തന്നെ പെടുത്താനാണ് പാർട്ടി തീരുമാനിച്ചെങ്കിൽ അയാളങ്ങനെ ചെയ്യില്ല. എന്നെ പെടുത്തിയ രക്ഷപ്പെടുന്നത് ഒറിജിനൽ. അയാൾ അതിന് കൂട്ടില്ല. നടിക്ക പേര് ചോദ്യ. എങ്കിൽ താൻ ശരിക്കും ഓർത്ത് നോക്ക്. അന്ന് 6 ബുള്ളറ്റ് തന്നെ ലോഡ് ചെയ്തിരുന്നു തനിക്ക് ഉറപ്പാണോ? കിട്ടി. കോർ കമ്മിറ്റി മീറ്റിംഗിന്റെ ഞാൻ റൈഫിൾ ക്ലബിൽ പ്രാക്ടീസിന് പോയിരുന്നു. 2 തവണ ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അതായത് 6 ബുള്ളറ്റ് വീതം. 3ാമത് ലോഡ് ചെയ്തിട്ട് 1 ബുള്ളറ്റ് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. ആ സമയത്താണ് സാഗർ സാറിന്റെ ഫോൺ വന്നത്. 10 മണിക്ക് കൊച്ചിയിലെത്തണമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ ആരെങ്കിലും സാക്ഷിയുണ്ടോ? ഉണ്ടോ, ട്രെയിനർ സിബി ചാക്കോ. എന്റെ മാതാവേ, സോറിഡോ. മാതാവിനെ വിളിച്ച ബാവുണ്ടനെ വേറൊന്നും വിളിപ്പിക്കല്ലേ. അല്ലാതെ കണ്ടിന്യൂറ്റി കെട്ടാ പണിയത്. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഇരിക്കും. പ്രോഗ്രാം കണ്ടായിരുന്നു? ഓ സർ, അതിൽ പറഞ്ഞ കാര്യം, അതായത് സിബിയുടെ പ്രസൻസിൽ നടന്നത്. ഗുഡ്. ഹലോ സാർ, ഞാനിപ്പോൾ തൊടുപുഴയിലാണ്. ആണോ? ഓ, ഞാനെത്താം സാർ. ശരി. സാഗർ സാറാ, പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അല്ല, ഇത് ഫിനിഷ് ചെയ്ത് പോയാൽ പോരെ? എന്തായാലും ലോഡ് ചെയ്തല്ലേ. അല്ല, 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം പിടിച്ചാലേ എത്താൻ പറ്റും. പിന്നീട് എന്തെങ്കിലും രാമനുണ്ണി വന്നിട്ടുണ്ടോ? അവസാനമായിട്ട് എന്നാ വന്നത്? ഓക്കെ, ആ ഡെയിലി രജിസ്റ്ററിന്റെ റിലവന്റ് പേജ് ഒന്ന് മെയിൽ ചെയ്ത്. ഷുവർ സർ. സർ, പ്രൊസീജിയർ സിമ്പിൾ. ADGP ഇന്റലിജൻസ് ഐസർട്ട് DGക്ക്, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം DGക്ക് ഒരു റിക്വസ്റ്റ് മെയിൽ ചെയ്യണം. മാക്സിമം 48 മണിക്കൂർ. ദ സൈറ്റ് വിൽ ബി ബ്ലോക്ക്ഡ്. അടുത്ത എപ്പിസോഡ് എന്ന്, എപ്പോൾ എന്നവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ. മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കാതെ 2 മണിക്കൂറോളം തൊടുപുഴ CI ഓഫീസിൽ തടഞ്ഞുവെച്ച സിബി ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. ഞാൻ പറയാനുള്ളതൊക്കെ സ്റ്റേഷനിൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ട് പർസ്യൂട്ടിൽ തന്റെ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് കാണാതായതിനെ കുറിച്ച് രാമനുണ്ണി പരാമർശിച്ച സംഭവം തികച്ചും സത്യമാണെന്ന് സിബി ചാക്കോ മാധ്യമങ്ങളോട് ആവർത്തിച്ചു. ഇവന്മാരത് ഒടുക്കത്തിലാകണല്ലോ. ஆனா இவரு தெரிஞ்சு நடிக்கிறாரு. கட்சியில சுலர் போல போயிட்டு லெஃப்ட் எடுத்தீங்கன்னா அங்க ஒரு கேமரா இருக்குது, ரைட் எடுத்தீங்கன்னா இங்க ஒரு கேமரா இருக்குது. அப்படியே பேஸ்டே இருக்கும்போது நான் புரிஞ்சுதா இல்லைன்னா அப்படின்னு இருக்கும்போது. ഓക്കെ, പറ. അപ്പൊ ഊരാനുള്ള വഴി കണ്ടുപിടിച്ചോ? എന്നോട് പറ. കേൾക്കാനുള്ള വെളിവുണ്ടോ തിരുമേനിക്ക്? പിന്നെ ഒരു പെഗ്ഗർ അടിച്ച ഞാൻ ഫ്രഷ് വെളുപ്പിന് 2 മണിക്ക് കുളിക്കാൻ ഞാനൊന്നും. 2 മണിക്ക് കുളിക്കാൻ പറ്റിയൊരു കുളിയുണ്ട്. വാ. ആ വൃത്തിയോട്ടം പറഞ്ഞു കേട്ടോ, കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ലെന്ന്. അവൻ എന്താ ഉദ്ദേശിച്ചത്? കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. ഇത് ബേബി ബേബിന്ന് ആരംഭിക്കുന്നത്. എടോ മന്ദബുദ്ധി. ഒരു .32 റിവോൾവറിലെ ബുള്ളറ്റ് ഏത് ബ്രാൻഡ് .32 റിവോൾവറിലും സൂട്ടാവും. കാറ്ററിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്ര ഉള്ളി ബാലിസ്റ്റിക്സ്. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പെടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത്. குரூப்ல விட்டு போவாங்க மட்டும்தான். நான் எப்படி ரொம்ப நேரமா அவங்களை யூஸ் பண்ணவே இல்லையே. ആടാ പാവികളാ. താൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ, ഉദയഭാൻ. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ 2 പേരും ചേർന്ന്. ഫസ്റ്റ് ക്ലാസ് ഗാലറിയില് അന്ന് 2 പേരും ഉണ്ടായിരുന്നിരിക്കണം. ഉദയഭാനു ഗാലറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ
റിസർവേഷൻ ചാർട്ട് പരിശോധിച്ചപ്പോൾ പോൾസൺ ദേവസി എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? ഒന്നുകിൽ പോൾസിന്റെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദയഭാനു സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ്. എന്തിനാണ് ചാർട്ട്? അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലേ? അതൊന്നും അല്ലെങ്കിൽ എത്രയോ പേര് സെൽഫിയും വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതിന് നോക്കി അറിഞ്ഞൂടെ? ആരാണോ നോക്കേണ്ടത്? കിരീടെടുത്ത് എന്റെ തലയിലെടുത്ത് വെച്ചെന്നിട്ട് പോലീസ് മടലിൽ സ്വപ്നം കണ്ട് കുത്തിയിരിക്കല്ലേ ആ DYSP പോൾസൺ ദേവസി. അജയ്, ഇവിടെ വരെ. ശ്രുതിയായിരിക്കൂലോ ഷൂട്ട് ചെയ്തിരിക്കും. അവനാണല്ലോ ഗൺമാൻ. ഇത് കോളയടക്കാൻ, അതായത് സൈലൻസർ. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ആരും സംശയിക്കില്ലല്ലോ, കോളയല്ലേ. സമയം ഒത്തു വന്നപ്പോ കോളയ്ക്കകത്തേക്ക് ഇടിപ്പിത് തോക്കെടുക്കും. ഈ കോളയുടെ ക്യാൻ എന്ന് പറഞ്ഞു, അത് ഏത് കോള എന്ന് പറഞ്ഞു? റെഡ് ബുൾ, കൊക്കോകോള, തംസ് അപ്പ്? അത് നോക്കണം. എന്താ മോനെ, റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ നോക്കാം. എന്താ നീ കാര്യം? ഉദയഭാനു റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവനത് ഇല്ലാണ്ട് പറ്റില്ല. ഒരു ദിവസം മിനിമം ഒരു 5-6 കുടിക്കും. ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ. അതേസമയം ഗാലറിയിൽ നിന്ന് വേറെ കാലി പോലീസിനെ കിട്ടിയില്ല. അവന്റെ കൊതം കോട്ടുവായിടും. അയ്യേ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ? ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ ആവേശത്തിൽ മോശം. അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫീഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പറിന്റെയും രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. எப்போ ஒரு நாளைக்கு ஒண்ணுக்கு மேல குடிக்கூடாதுன்னு சொல்லிருப்பாங்க. രാവിലെ തന്നെ ഡീറ്റെയിൽ നോട്ട് വെച്ച് മെയിൽ ചെയ്യണം. മൂവ് ചെയ്യണം. കൂടി വന്ന 4 ദിവസം. നമ്മളൊരു വീഡിയോ ക്യാമറ എടുത്തിട്ട് രാമനുണ്ണി അതിന്റെ മുന്നിൽ നീ കാര്യമെല്ലാം വിശദമായിട്ട് പറയുന്നു. ബാക്കിൽ ഞാനുണ്ടാവും ഒരു ഉറപ്പിനും. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളുണ്ട് അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് പോൾസിനും മീഡിയക്കും എത്തിച്ചു കൊടുക്കും. 2 പോലീസുകാർ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോ ഞാൻ സൈലൻസർ വെച്ച തോക്കെടുത്ത് അയാള് വെറും വെകിളി വാസു. ഇനി ഞാനാണ് പൊട്ടിച്ചത്. ഒരു ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. സെൻസേഷനിൽ ആ ഒരു പൊളിറ്റിക്കൽ മർഡർ ഒത്തിയിട്ടല്ലേ കിട്ടിയ ചാൻസ് സേതുരാമയ്യർ കളിക്കാൻ നോക്കുകയാണ് മരത്തല്ലേ. അതാ സർ. പകല് 10 പേരുടെ മുമ്പിലിട്ട് ഞാൻ പൊട്ടി. ഞാനൊരു ജീവപര്യന്തം നേർച്ച നടന്ന CDP ഇറങ്ങി. ജയിക്കട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. താൻ ജയിക്കില്ല ഉറപ്പായിരുന്നു. NSPയുടെ ബാനറിൽ ഞാൻ ജയിക്കാൻ പാടില്ല. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ? അപ്പോഴാണ് അവന്റെ തലയ്ക്ക് മീതെ കൂടി എന്നെ പ്രതിഷ്ഠിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഗാലറിയില് അന്ന് 2 പേരും ഉണ്ടായിരുന്നിരിക്കണം. സ്വന്തം പേരിലായിരിക്കില്ല. എന്തിനാണ് ചാർട്ട്? അവരോടുണ്ടായിരുന്നെങ്കിൽ തോക്ക് നിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറ്റിക്കോ. അത് പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവ പൊളിച്ചടിക്കാൻ ഇറങ്ങിയിരിക്കും. എവിടേക്ക് മാറ്റും? എവിടെയെങ്കിലും കൊണ്ട് കള. നിന്റെ കയ്യിൽ നിന്ന് പിടിക്കരുത്. റെഡ് ബുൾ சொல்லியா? റെഡ് ബുൾ അതിലെ പോസ്റ്റാ. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ചാനലിൽ വിളിച്ച് നിന്റെ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യണം. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP. ഹലോ, പോൾസൺ ദേവസി, ഉദയഭാനു, സുധി, ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷാഡോ ചെയ്യണം. എന്റെ സ്ക്വാഡിനെ ഓൾറെഡി ഞാൻ വിട്ടുകഴിഞ്ഞു. സ്വകാര്യവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സഭ്യതരവുമായ സംഭാഷണങ്ങളിലൂടെ മോഹനൻ തന്റേതായ സംശയം ഏതുമില്ലാതെ പറയുന്നു. കൊലപാതകി NSP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉദയഭാനു. തികച്ചും അസംബന്ധം എന്ന് തോന്നാവുന്ന പോലീസിന്റെ കണ്ടെത്തലുകളും അന്വേഷണത്തിലെ പിഴവുകളും യുക്തിഭദ്രമായ ചോദ്യങ്ങൾ കൊണ്ട് ഖണ്ഡിക്കുകയാണ് രാമനുണ്ണി. അടിസ്ഥാനമില്ലാത്ത രാമനുണ്ണിയുടെ ഏറെ വർദ്ധിപ്പിക്കുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമായി ഹോട്ട് പർസ്യൂട്ടിന്റെ പുതിയ എപ്പിസോഡ്. വടക്കു നോക്കിയിലേക്ക് സ്വാഗതം. വളരെ രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ വിഷയങ്ങളുമായി രാമനുണ്ണി വീണ്ടും കളം നിറയുന്നു. ഞാൻ സീറ്റ് റിസർവ് ചെയ്തിട്ട് തന്നെ അന്ന് പോയത്. റിസർവേഷൻ ചാർട്ടിൽ എന്റെ പേരും നാളൊന്നും ഇല്ലാത്തത് എന്താന്ന് എനിക്കറിയാം. ഞാനല്ലല്ലോ ചാർട്ട് ഉണ്ടാക്കുന്നത്. തികച്ചും സ്ഫോടനാത്മകമായ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് ഉദയഭാനുവിന്റെ സഹായി സുധി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. സുധിയുടെ കയ്യിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ഒരു .32 റിവോൾവറും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സിനിമ സ്റ്റൈൽ ചേസിനും മൽപിടുത്തത്തിന് ശേഷമാണ് സുധിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഉദയഭാനു ഒരു ഷോർട്ട് ബ്രേക്ക്.
என்னடா இதுக்கு ஹாட் பர்சூட் கேன்சல் தி பேன். மக்களே வந்துட்டாங்களா? എല്ലാരും അടിച്ച് ഓടിക്കട്ടെ സാർ. എന്തിന്? യെസ് സാർ, ഹോട്ട് പർസ്യൂട്ടിന്റെ 4th എപ്പിസോഡ് റിപ്പോർട്ട് ചാനലിലെ എക്സ്ക്ലൂസീവ് സാർ. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദാ ഇപ്പൊ TV കാണിക്കുന്നുണ്ട് സാർ. நம்மள மாதிரி ஏடா விடமா டைம் போடுறாங்க. സർപ്രൈസ്. 145. എല്ലാ ഇമെയിൽസും എന്റെ പ്രൈവറ്റ് ഫോൾഡറിലേക്ക് ഇത് എല്ലാമേ சொல்லுது. പാർട്ടിയിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്നും വേണ്ടപ്പെട്ടവർ വിളിച്ചു കഴിഞ്ഞു. അവരോടൊക്കെ പറഞ്ഞ നോ, എ ബിഗ് നോ. അതെനിക്ക് നിങ്ങളോടും പറയാൻ. അത് ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് പറയാനല്ല ഞാൻ വന്നത്. പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ എപ്പിസോഡ് എന്നെ ഒന്ന് കാണിക്കണം. നോ വേ മാൻ. ഈ എപ്പിസോഡിൽ എന്തെങ്കിലും വൈറ്റൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, ഐ മീൻ സംതിങ് റിഗാർഡ് വിത്ത് എവിഡൻസ്, ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെളിവുകൾ ഉടനെ നശിപ്പിക്കപ്പെടും. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. ഓക്കെ, 2:30 മണിക്ക് എപ്പിസോഡ് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണക്റ്റഡ് പ്രോഗ്രാംസ് പോകാനുള്ളത് കൊണ്ടാണ് ടെലികാസ്റ്റ് 3 മണിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഉദയഭാനു റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവനതില്ലാണ്ട് പറ്റില്ല. ഒരു ദിവസം മിനിമം ഒരു 5-6 കുടിക്കും. അയാള് ഗാലറിയിൽ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നു. അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ അതേസമയം ഗാലറിയിൽ വേറെ കാലി റെഡ് ബുള്ളിന്റെ ക്യാൻ പോലീസ് ഫുട്ടേജ് അവൻ കിട്ടുന്നത്. ഉദയഭാനിന്റെയോ സുധിയുടെയോ കയ്യിൽ ഒരു റെഡ് ബുൾ ക്യാൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. പെട്ടെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ക്വിക്ക്. അവിടെ നിന്ന് വേറെ കാലി റെഡ് ബുൾ ക്യാൻ വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ട്. கையில் இருக்கா? அண்ணா மாட்டணும்டா. പിന്നെ ഉത്തരവാദിത്തം മുഴുക്കെ എന്റേതാ. ആരെന്ത് ചോദ്യം ചോദിച്ചാലും എല്ലാ തീരുമാനങ്ങളും എന്റേതാണെന്ന് പറഞ്ഞു. ഓക്കെ, ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാം. വണ്ടി എടുത്തു. வண்டி முன்னாடி போன எல்லார்ட்டையும் அதே ஃபோன் இருக்குண்ணா. நீங்கள் அப்புறம் எபிசோட் பார்த்தேன் பார்க்கலாம். இல்லை, அவன் மக்களுக்கு தெரியாதுல்ல, இவங்களுக்கு மட்டும் தானே தெரியும். அரெஸ்ட் பண்ணிட்டாங்கடா, ஏன் அரெஸ்ட் பண்ணியிருக்காங்கன்னு தெரியாதுல்ல. இப்போ தானே அவங்க பார்க்குறாங்க எபிசோடு. அவ்வளோதான் எபிசோட் பார்த்துறாங்க. ஆண்டா தெரிஞ்சுதான்டா பண்ணிருக்காங்க. ரொம்ப நேரமா அவர் இல்லைல்ல ஸ்க்ரீனில். ஒரு 25 minutes இல்லை. இதுதான் ராமலீலாவா? തന്റെ ഫ്രണ്ട് അജയന് സംശയമൊന്നുമില്ലല്ലോ? ഏയ്, അവനോട് പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഏയ്, അത് വേണ്ട. ഈ രഹസ്യം ഞാനും താനും മാത്രം അറിഞ്ഞു. എൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും ഇതാ കണ്ടില്ലേ, ഒരു പാർട്ടിയുടെ സപ്പോർട്ടും ഇല്ലാതെ ഞാൻ ജയിച്ചിരിക്കുന്നത്. തന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? ഏയ്, വെറുതെ ഫോമലാവല്ലേ. ഫോമലായിട്ട് തന്നെ വേണം ഹെൽന. ലിവ് വിത്ത് മീ. മോനെ, അതങ്ങ് പോയി പള്ളി പറഞ്ഞാ മതി. മര്യാദക്ക് എൻ്റെ കൂടെ ജീവിച്ചോ. ഈ ലോകത്ത് നിനക്ക് മാത്രമേ അറിയൂ ഇതൊക്കെ ഞാനോട് ചേർന്നുള്ള കളിയാണ്. നിന്നെ വെറുതെ വിട്ട റിസ്ക് ആണ് മോളെ. ഒന്ന് സഹായിച്ചു പോയിന് ഇത്ര വലിയ ശിക്ഷയോ? എടോ, ഇതൊന്നും ശരിയാവില്ല. നമ്മൾ എന്തായാലും പിണങ്ങി പിരിയും. ഹായ്, നീ പിണങ്ങാതെ ഞാൻ നോക്കിക്കോളാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയില്ലേ? ഇനി അങ്ങോട്ട് താങ്കൾ ഏത് മുന്നണിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാം വിശദമായിട്ട് തന്നെ പറയാം. എന്തായാലും സത്യം തെളിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. വളരെ സന്തോഷം. ഈ ഹോട്ട് പർസ്യൂട്ട് ഇങ്ങനെ ഒരു ഹൈഡ് ആൻഡ് ഷൂട്ട് നടത്തി ജനങ്ങളെ കാണിക്കുമായിരുന്നെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവർ തന്നെ ഡിക്ലെയർ ചെയ്യായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചത് എൻ്റെ ടീച്ചറുടെ ഭാഗ്യം. അല്ല ടീച്ചർ? അതെ അതെ അതെ, എനിക്ക് NSP TC കിട്ടിയെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ രാമനുണ്ണിയുടെ കൂടെ ഞാനും. നന്ദി ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, പിന്നെ ഹോട്ട് പർസ്യൂട്ട്.
ഇനി എനിക്ക് പറ്റില്ല. മറുപടിയും റെഡ് പോട്ടാ വെച്ച് വിളമ്പാനും തുണി അലക്കാനും ഒക്കെ വേറെ ആളെ നോക്കണം. തോറ്റ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണോ? പോടാ. உள்ள டோல் போலடா. இவர் தான் போட்டிருக்காரு. அப்போ അതെ 0.32 ആണല്ലേ? റിവോൾവർ അല്ലേ? അതെ റിവോൾവർ 0.32. அங்கே யார் இருந்தது? யார் இல்ல இதுதான் யாருன்னு தெரியல. യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. പൊളിറ്റിക്കൽ ക്രൈംസിനെ ബേസ് ചെയ്ത് ഒരു ഹൈഡ് ആൻഡ് ഷൂട്ട് പ്രോഗ്രാം. அந்த இவரா அந்த ஸ்டேடியம்ல இருந்தாரு. ഗ്രൗണ്ട് മാർജിനെ കൂടി ഒരു ക്യാമ്പയിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ஓ அந்த ரிப்போர்ட்டர் இவரோட ஆள் தான் போலடா. இப்போ புரியுதுடா, அவர் ஏன் ட்ரெஸ்ஸு மாற்ற போனார் வீட்டுக்குன்னு. ஓ റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരിൽ இருக்குடா ஒரு பேரு. ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ஓ என்ன பார்த்தது இல்லை ரெட் புல் அடிக்ட்டு. ஒரு பொசிஷன்ல நிக்கிற மாதிரி பேசி வச்சுக்கிறாரு பாரு அவரு. ஆனால் மிஸ் ஆச்சுன்னா வேற யாரெல்லாம் போட்டிருக்கோம்ல. வேஷ்டி மறைச்சிக்கிச்சு இப்போதான் மாடி. இல்லை ஆக்சுவலி பிளானே அதான், வேஷ்டியை வச்சு மறைச்சி அடிக்கிற மாதிரி தான் போல அவங்க அம்மா. அது ஓ ഒരു ലാൽ സലാം പറയാൻ തോന്നുന്നുണ്ടോ സഖാവേ? പഴയ സോപ്പോട്ടി സിനിമാ കഥയിൽ അച്ഛന് വേണ്ടിയുള്ള മകന്റെ പ്രതികാരം മാത്രമായിരുന്നില്ല. സ്മാരകങ്ങളും രക്തസാക്ഷി ദിനങ്ങളും ഉണ്ടാക്കാൻ ഇനിയൊരു മോഹനൻ വേണ്ട. ഉന്മൂലനം. ഇവനെ പോലുള്ളവന്റെ ഉന്മൂലനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനും കമ്മ്യൂണിസ്റ്റാണ്.
ஸோ ராமலீலா சூப்பராக இருந்துச்சு உண்மையிலே. ஸ்டார்டிங்லேருந்து எனக்கு ஒரு கன்ஃபியூஷன் ரொம்ப இருந்தது டு பி ஆனஸ்ட். என்னன்னா யார் என்ன கட்சின்றது தெரியல எனக்கு. அது லைக் ஏன்னா இவர் இங்கேயும் இருக்காரு அங்கேயும் இருக்காரு, எனக்கு அது கொஞ்சம் கன்ஃபியூஷனு. பட் போக போக அதுவும் கொஞ்சம் கிளியர் கட் ஆகிட்டு. அதே மாதிரி அந்த grip வந்து கொஞ்சம் ரொம்ப நேரம் ஆச்சு ஆகிறதுக்கு. பட் கிளைமேக்ஸ்ல சூப்பரா அந்த ரிவீல் சீன் வந்து ரிவீல் ஆயிட்ட பிறகு இன்ட்ரெஸ்ட் ஆச்சு கிளைமேக்ஸ் வரைக்கும். இல்ல இவர் தான் வந்து கில்லர்னு தெரிஞ்சிருச்சு சரியா. அந்த இன்னொருத்தர் இருந்தார்ல நெருவு படத்துல அவர் தான் கில்லர். ஓகே இதனால தான் அம்மா எடுத்து அந்த வேட்டி ஓட்ட வழியா பார்த்தாங்க பாரு, அந்த ஷாட் அந்த ஓட்ட வழியா மூஞ்ச காட்டினாங்க அங்கதான். அதுக்கப்புறம் அப்புறம் அந்த நெரு அந்த இவருக்குல்ல அவரு ஈஸியா ஒத்துக்கினாரு. நான் இல்லைன்னு எதுவும் ப்ளீட் கூட பண்ணல, தெரியல எனக்கு. பக்காவா பிளான் பண்ணிட்டாங்கன்னு அவர் தெரிஞ்சிச்சு போலுது. இதுக்கப்புறம் தப்பிக்க முடியாது போல, எவிடன்ஸ் எல்லாம் கரெக்ட் ஆகுது அப்படின்னு. மேபி அவர் வேற ஏதாவது பண்ணிருக்கலாம். அதே மாதிரி எனக்கு இன்னொரு ரொம்பத்துல வந்து ரொம்ப மனசு எங்க ரொம்ப கஷ்டப்பட்டேன்னா ராதிகாவை யூஸ் பண்ணேன். ஒன் ஆஃப் தி எப்படி சொல்றது, அவங்களாம் வேற லெவல் ஆக்டர்ஸ். அவங்க வந்து ஊர்வசி அளவுக்கு ட்விஸ்ட் எதுனா வரும் அப்படின்னு நான் ஆக்சுவலி அவங்க தான் கில் பண்ணிருப்பாங்கன்னு நினைச்சேன். ஏன்னா அவங்க வந்து செம்ம பெரிய ஆக்டர், அவங்க ஆக்ட்ரஸ் யூஸ் பண்ணல. நான் வந்து அவங்கள வச்சிருந்தாங்கன்னு வச்சுக்கேன் இன்னும் சூப்பரா சாட்டிஸ்ஃபைட் ஆயிருப்பேன். ஓகே அது ஏன்னா அவங்க படத்துல இருக்கிறாங்கன்னு தெரிஞ்சவனே ஒரு இது அவங்க ஊர்ல சரி அங்கே இருக்கிற ஒரு ஆக்டர்ஸ் நார்மல் ஆக்டர்ஸ் கூட போட்டுக்கலாம். ராதிகாவை போட்டு அதான் அந்த கேஸ்டிங் வேஸ்ட் ஆன மாதிரி இருந்துச்சு. சரியான பெர்ஃபார்மர் அந்த டைம்ல. எப்படி அவங்களோட பீக் டைம்லலாம் வந்து ஒரு படத்தை சிங்கிளா ஹோல்ட் பண்ண ஆள்றாங்களாம். ஒரு அப்பெல்லாம் வந்து மேல் ஆக்டர்ஸ் படத்துல இருந்தான்னு வச்சுங்க எதனா ஒரு அவங்க ஒரு ஊர்வசி எப்படியோ அந்த மாதிரி அந்த அளவுக்கு அந்த லீக்ல. ஏன்னா அந்த அவங்க டைம்லலாம் வந்து மேல் ஆக்டர்ஸை தான் மெயினாக வச்சு படம் எடுப்பாங்க. பட் அந்த டைம்ல ஒரு ஃபீமேல் ஆக்டரை வந்து லீடாக வச்சு ஹோல்ட் பண்ணுவாங்க அவங்களாம். அது மட்டும் தான் எனக்கு லேக் இருந்தது. அதுவும் இல்லாமல் அந்த அதுக்கப்புறம் நம்ம நிறைய பேரை சந்தேகப்பட்டோம். அந்த டிசி அப்புறம் அந்த ரிப்போர்ட்ரு அவங்க. ஆனால் அவங்க எல்லாருமே ஹெல்ப் தான் பண்ணியிருக்காங்க. அது இவர் வரணும் அந்த ஹீரோயினோட அப்பா வேற சந்தேகப்பட்டேன். அப்போவே கண்டுபிடிச்சிட்டேன். ஏன்னா படம் பேர்லேயே தெரிஞ்சிச்சு இவர்கிட்ட ஏதோ பண்றாருன்ட்டு. கொஞ்சம் அப்படியே திரும்பினாங்க. லாஸ்ட்ல ரிவீல் பண்ணும்போது நல்லா இருந்துச்சு. நல்லா இருந்துச்சு அந்த ரிவீலிங், நல்லா இருந்துச்சு சூப்பரா. அது அதான் நாங்க வந்து அதான் டவுட்டா இருக்கு இவன் தான் அந்த போஸ்ட் ஓட இருக்குதுப்பா. நீ வாட்சிங் த்ரில்லர் சஸ்பெக்டிங் எவ்ரி கேரக்டர் அந்த மாதிரி தான் எனக்கு பார்க்குமா இவன் தான் அப்படின்னு சொல்லுங்க. அவரு நான் ஃபர்ஸ்ட் இவரை பார்த்தேன். நான் அந்த டிசியை வந்து பார்த்தேன். இவர் தான் பேக் ஸ்டாப் பண்ண ஒரு டைலாக் இவர் தான் வந்து பேக் ஸ்டாப் பண்ண போறாரு அப்படின்னு அவனெல்லாம் சந்தேகம் காமெடி கேரக்டர்லாம். அதுக்கப்புறம் அந்த ரிப்போர்ட்டர் இவரு சரியில்லை, இவர் நடக்கிறதே சரியில்லை, இவர் ஏதோ பண்றாரு அந்த மாதிரி தான் அடிக்க பேரல இவரை வந்து செம்ம பண்ணாரு. ஆனா அவர் எக்ஸ்பிளைன் பண்ணதெல்லாம் பாரு ஒன்னொருத்துக்குமே எக்ஸ்பிளைன் பண்ணி இருந்தாரு. எக்ஸ்பிளைன் பண்றதை விட அவர் வந்து ஸ்டார்டிங் எடுத்தோடனே இப்போ இந்த மாதிரி ஒரு நிமானிக்ஸ் மாதிரி சொல்லிடுறாரு. சொல்லிட்டு ஃபுல் ஃபார்ம் எல்லாத்துக்கும் ஒரு அப்ரிவேஷன் சொல்லிட்டு சைபர் இதுல ஏதோ சொல்லியிருந்தாரு. நீங்க வந்து FB யூஸ் பண்ணுங்க, அதாவது Facebook அந்த மாதிரி. இட் ஹஸ் போத் அந்த காமெடி எலிமெண்ட்ஸும் இருந்தது, அந்த கமர்ஷியலாவும் இருந்துச்சு. நல்லா இருந்தது. மேபி ஃபேன்ஸுக்கு வந்து இன்னும் பயங்கரமா இருந்தது. ஆனா வந்து நம்ம ஸ்டார்டிங்ல தான் அந்த நோட் பண்ணது அந்த ரெட் கலர் சூப்பரா ஹோல்ட் பண்ணி கடைசியா நீ சொன்ன மாதிரி அந்த ரெட் கலர் வந்துச்சு. இது வந்து மேபி அவங்க ஒரு பொலிட்டிக்கல் இதுவும் அப்படிதான் நினைக்கிறேன். அந்த இல்ல அந்த கம்யூனிசம்க்கு வந்து அது இல்ல இப்போ இருக்கிறது வந்து மேபி பொல்யூட்டா இருக்கலாம். சோ ஒரு சுயேட்சையா ஜெயிச்சிட்டு மறுபடியும் அந்த கொள்கையை போயிட்டாரு பத்தியா. அதான் கடைசியா சொல்றாரு நானும் ஒரு கம்யூனிஸ்ட் தான். அதே மாதிரி அவங்க அம்மா கிட்ட சொன்னாரு அடுத்த வாட்டி நீ வந்து நீ என்கிட்ட வந்து லால் சலாம் சொல்லுவ. ஸோ அவங்க சொன்னாங்க அது வந்து அதனால. அதுவும் இல்லாமல் அவங்க வீட்டுலாம் பற்றியா தரெல்லாம் ஃபுல்லாக ரெட்டு தான். தரை, கபோர்டு, ஜன்னல். இல்லை நான் நிறைய இடத்துல அதை நோட் பண்ணேன்டா ஃபுல்லாக ரெட்டு. அவங்க வாலண்டியராக வச்சிருக்காங்க சரியா. படத்தில் டேரக்டர் அந்த ஆர்ட் டைரக்டர்லாம் வச்சு வாலண்டியராக வச்சிருக்காங்க. பட் ஆனால் அது எல்லா இடத்துலையும் வச்சிருக்காங்களா. ஓகே நல்ல மூவி, நல்ல படம், நல்லா இருந்துச்சு. போல்ல மற்ற சன் டிவி சண்டே நைட்டு 6 மணிக்கு போடுவாங்க. இல்லை 6 மணிக்கு அந்த 4 மணி நல்லா பிரியாணி சாப்பிட்டு அந்த மாதிரி ஒரு எப்படி ஃபேமிலி என்டர்டெய்னராக இருக்கும் இந்த படம். நல்லா இருந்துச்சு. இந்த போல்ல மற்ற மூவிஸும் சீக்கிரமாக பார்க்கலாம். ஸோ எங்களோட சஜஷன் இந்த வீக் வந்து எங்களோட சஜஷன் வந்து சகுனி கார்த்தி மூவி வந்து. அதுவும் ஒரு பொலிட்டிக்கல் பேஸ்டு மூவி. அதுலயும் வந்து அவருக்கு சில விஷயம் அதே மாதிரி தான் பாலிடிக்ஸ்ல.
ஸோ வந்து அதில் வந்து அவருக்கு ஒரு விஷயம் நடக்கணும், அது எப்படி வந்து அவர் மெனிப்புலேட் பண்ணி எல்லாரையும் யூஸ் பண்ணி பண்ணுவாருன்ற மாதிரி காட்டியிருக்காங்க. இன்னொரு விஷயம் ராதிகா இருப்பாங்க, ராதிகா இருப்பாங்க, அதில் எப்படி யூஸ் பண்ணியிருக்காங்க வேற லெவல் ராதிகா பர்ஃபார்மன்ஸ் வேற லெவலில் இருக்கும். அவங்க அந்த மாதிரி பார்த்துருக்க மாட்டீங்க, அருமையாக இருப்பாங்க. சகுனி எங்களோட சஜஷன் பாருங்க, நல்லா இருக்கும். பார்க்கலன்னா பார்த்துட்டீங்க, மறுபடியும் இன்னொரு வாட்டி பாருங்க, வேற யாருக்கா. எஸ், ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு நல்ல மூவியாக போகணும். எஸ், போல் போட்டு செலக்ட் பண்ணி பார்ப்போம். அண்டில் எரி வெற்றி வர signing off.